അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും SFQ സ്പോർട്ടിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൽ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പം ആദ്യത്തേത് നമുക്ക് നോക്കാം. ഹയ്യാ നഖ്റഉ, നമുക്ക് വായിക്കാൻ തയ്യാറാവാം. അപ്പോൾ അവിടെ ഈ ഒരു പാഠത്തിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് അന എന്നുള്ള ഒരു വാക്കാണ്. അന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഞാൻ. അപ്പം അന ബാസിമുൻ, ഞാൻ ബാസിമാണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞു നോക്കുക. അന സുഹൈലുൻ, ഞാൻ സുഹൈലാണ്. അന സെൽമത്തുൻ, ഞാൻ സെൽമയാണ്. അങ്ങനെയുള്ള ഓരോരുത്തരുടെ പേരും പറഞ്ഞു നോക്കുക. അപ്പോൾ ഇവിടെ അന ബാസിമുൻ, ഞാൻ ബാസിമാണ്. ഇനി അന ലുബ്നത്തുൻ, ഞാൻ ലുബ്നയാണ്. അപ്പം ലുബ്ന എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു സ്ത്രീയാണ്, അല്ലെ, ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ താ വന്നത്. അന ലുബ്നത്തുൻ, ഞാൻ ലുബ്നയാണ്. ഇനി അന ദാരിസുൻ, ഞാൻ പഠിക്കുന്നവനാണ്. അപ്പോൾ നമ്മളെല്ലാവരും പഠിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കുറിച്ചിട്ട് എന്ത് പറയാം? അന ദാരിസുൻ എന്ന് പറയാം, ഞാൻ പഠിക്കുന്നവനാണ്. അന ദാരിസത്തുൻ. ഇനി പെൺകുട്ടികളാണ് പറയുന്നതെങ്കിൽ എങ്ങനെ പറയണം? ഞാൻ പഠിക്കുന്നവളാണ് എന്നാണെങ്കിൽ അന ദാരിസത്തുൻ എന്നാണ്. അതുപോലെ നെക്തുബു, നമുക്ക് എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ചിലപ്പോൾ ചോദ്യം വരാം. ഒരു ഫോട്ടോ നൽകും, ചിലപ്പോൾ അവിടെ അന എന്ന് കൊടുക്കും, ചിലപ്പോൾ അത് കൊടുക്കില്ല. ചിലപ്പോൾ അർണബ് എന്ന് കൊടുക്കും, ചിലപ്പോൾ അത് അവിടെ കൊടുക്കില്ല. അപ്പോൾ എങ്ങനെ വരും? ഒരു ഏകദേശം ഒരു ചോദ്യത്തിൻ്റെ ഉദാഹരണം പറഞ്ഞു തരാം. ഡാഷ് അർണബുൻ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതി കൊടുക്കണം? അന എന്ന് എഴുതി കൊടുക്കണം. അന, ഞാൻ, അർണബുൻ എന്താണ്? ഒരു മുയലാണ്. ഇനി അടുത്തത് അന ഡാഷ് എന്ന് വരും. അപ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതി കൊടുക്കണം? മൗസുൻ എന്ന് എഴുതി കൊടുക്കണം. അന മൗസുൻ എന്ന് പറഞ്ഞാൽ ഞാൻ വാഴപ്പഴമാണ്. ഇനി മൂന്നാമത്തത് ഡാഷ് സിഞ്ചാബുൻ. അപ്പോൾ നമ്മൾ അവിടെ എന്ത് എഴുതി കൊടുക്കണം? അന എന്ന് എഴുതി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് വരിക? അന സിഞ്ചാബുൻ എന്ന് പറഞ്ഞാൽ ഞാൻ അണ്ണാനാണ്. അന അനാനാസുൻ, അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ കൈതച്ചക്കയാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഹയ്യാ നഖ്റഉ, നമുക്ക് വായിക്കാൻ തയ്യാറാവാം. ഹാദാ ബാബുൻ, ഇത് ഒരു വാതിലാണ്. ഹാദ എന്ന് പറഞ്ഞാൽ പുല്ലിംഗത്തിനാണ്. പുരുഷന്മാർക്ക് പറയുമ്പോൾ മാത്രമാണ് ഹാദ ഉപയോഗിക്കുക. അപ്പോൾ ഹാദാ ബാബുൻ, ഇത് ഒരു വാതിലാണ്. ഇനി ഹാദിഹി ഷജറത്തുൻ, ഇതൊരു മരമാണ്. അവിടെ ഹാദിഹി എന്ന് വരാൻ കാരണം ഷജറ തുൻ എന്ന് വന്നത് കൊണ്ടാണ്. കാരണം തുൻ എന്ന് വന്നതൊക്കെ എന്താണ്? സ്ത്രീലിംഗമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഹാദിഹി വന്നത്. ഹാദിഹി ഷജറത്തുൻ, ഇതൊരു മരമാണ്. ഹാദാ കുർസിയുൻ, ഇതൊരു കസേരയാണ്. ഹാദിഹി സയ്യാറത്തുൻ, ഇതൊരു കാറാണ്. ഇനി അടുത്തത് നെക്തുബു, നമുക്ക് എഴുതാം. അപ്പോൾ അവിടെ 4 ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം അവിടെ പൂരിപ്പിക്കാനായിരിക്കും നൽകുക. അപ്പം ഹാദിഹി ബഖറത്തുൻ. അപ്പോൾ ഈ ബഖറത്തുൻ എന്ന് കണ്ടാൽ അതിൻ്റെ മുന്നേ നമ്മൾ എഴുതേണ്ടത് ഏതാണ്? ഹാദിഹി എന്നുള്ളതാണ്. കാരണം എന്താണ്? ഈ ബഖറത്തുൻ എന്നുള്ളതിൻ്റെ അവസാനം താ ഉണ്ട്, അതുകൊണ്ട് അത് സ്ത്രീലിംഗമാണ്. അപ്പോൾ നമ്മൾ അവിടെ എഴുതേണ്ടത് ഹാദിഹി എന്നാണ്. ഇനി രണ്ടാമത്തതോ ഹാദിഹി സഹറത്തുൻ. സഹറത്തുൻ എന്നുള്ളതും സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് അതിൻ്റെ അവസാനം താ വന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഹാദിഹി എന്ന് എഴുതണം. ഇനി അടുത്തത് ഹാദാ ദീക്കുൻ. കാരണം അവിടെ താ ഇല്ല, അതുകൊണ്ട് നമ്മൾ ആദ്യം ഹാദ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഹാദാ ദീക്കുൻ എന്ന് പറഞ്ഞാൽ ഇത് പൂവൻകോഴിയാണ്. ഹാദാ സിഞ്ചാബുൻ, ഇത് അണ്ണാരക്കണ്ണനാണ്, അല്ലേ. സിഞ്ചാബുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ പറഞ്ഞിട്ടുണ്ട്, അല്ലേ, അണ്ണാരക്കണ്ണൻ. ഇനി അടുത്തത് ഹാദാ ജദ്ദി. ഇനി ആദ്യത്തെ ആ ഒരു ബോക്സ് നമുക്ക് നോക്കാം. അത് മുഴുവൻ ആണുങ്ങളെ കുറിച്ചിട്ട് പറയുന്നതാണ്. നോക്കാം. ഹാദാ ജദ്ദി, ഇത് എൻ്റെ ഉപ്പാപ്പയാണ്. അതുകൊണ്ടാണ് അവിടെ ഹാദ. ഉപ്പാപ്പ ആരാണ്? ആണാണ്. അതുകൊണ്ട് അവിടെ ഹാദ കൊടുത്തു. അതുപോലെ അൻത അബതി, നിങ്ങൾ എൻ്റെ ഉപ്പയാണ്. നിങ്ങൾ എൻ്റെ ഉപ്പയാണ്, അതുകൊണ്ടാണ് അവിടെ അൻത കൊടുത്തത്. ഇനി അടുത്തതോ അൻത നൂരി, നിങ്ങളെൻ്റെ വെളിച്ചമാണ്. നിങ്ങളെൻ്റെ വെളിച്ചമാണ്. അതൊക്കെ ഉപ്പയെക്കുറിച്ച് പറയുന്നതാണ്. ഇനി അടുത്തത് ഉപ്പ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ കുറിച്ചിട്ട് പറയുന്നതാണ് ആ ഒരു ഫസ്റ്റത്തെ ബോക്സിലുള്ളത് മുഴുവൻ. ഇനി രണ്ടാമത്തെ ബോക്സിലുള്ളത് ഹാദിഹി ഉമ്മി, നിങ്ങൾ എൻ്റെ ഉമ്മയാണ്. ഇത് ഹാദിഹി ഉമ്മി എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഉമ്മയാണ്, ഇത് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മ ആയതുകൊണ്ടാണ് അവിടെ എന്ത് കൊടുത്തത്? ഹാദിഹി കൊടുത്തത്. അൻതി ഉമ്മി, നിങ്ങൾ എൻ്റെ ഉമ്മയാണ്. അൻതി ഉമ്മി എന്ന് പറഞ്ഞാൽ
നിങ്ങൾ എൻ്റെ ഉമ്മയാണ്. കാരണം അൻതി എന്ന് വന്നത് ആരായതുകൊണ്ടാണ്? ഉമ്മയായതുകൊണ്ടാണ്, സ്ത്രീലിംഗമായതുകൊണ്ടാണ്. ഇനി അടുത്തത് അൻതി സിരി, നിങ്ങളെൻ്റെ ഹൃദയമാണ് അല്ലേ, നിങ്ങളെൻ്റെ ഹൃദയമാണ്. കാരണം അവിടെ അൻതി വരാൻ കാരണം ഉമ്മയായതുകൊണ്ടാണ്. ഇനി അടുത്തത് നക്തുബു കമാഫിൽ മിസാലി, ഉദാഹരണത്തിൽ ഉള്ളതുപോലെ നമുക്ക് എഴുതാം. അവിടെ ആദ്യത്തത് അൻത ഇബ്നുൻ, നീ ആൺകുട്ടിയാണ്. രണ്ടാമത്തതോ അൻത ഉസ്താദുൻ, നീ ഉസ്താദാണ്. ഇനി സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അൻതി ബിൻതുൻ, നീ ആരാണ്? പെൺകുട്ടിയാണ്. അൻതി ദാരിസത്തുൻ, നീ ആരാണ്? വിദ്യാർത്ഥിനിയാണ്. അപ്പം ഇനി അടുത്ത പാഠം നോക്കാം. ഹയ്യ നഖറഉ, നമുക്ക് വായിക്കാൻ തയ്യാറാവാം. മാ ഹാദ, മാ ഹാദ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? മാ എന്താണ്, ഹാദ ഇത് എന്താണ്. അപ്പം അതിൻ്റെ ഉത്തരം ഇത് എന്താണെന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഉത്തരമായിട്ട് പറയുന്നത് എന്താണ്? ഹാദാ കലമുൻ, ഹാദാ കലമുൻ, ഇത് പേനയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു പേനയുടെ ഫോട്ടോ ആണ് അവിടെ ഉള്ളത്. ഹാദാ കലമുൻ, ഇത് പേനയാണ്. ഇനി അടുത്തത് നോക്കാം. രണ്ടാമത്തത് ഹാദിഹി, മാ ഹാദിഹി, മാ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത്. അപ്പം ഇത് എന്താണ്? ഹാദിഹി സഹ്റത്തുൻ, ഇത് പൂവാണ്. അപ്പം സഹ്റത്തുൻ എന്ന് വന്നതുകൊണ്ടാണ് ആദ്യം ഹാദിഹി എന്ന് വന്നത് അല്ലേ, ഇത് പൂവാണ്. ഇനി അടുത്തത് മൻഹാദ, ഇത് ആരാണ്? മൻഹാദ, ഇത് ആരാണ്? അപ്പം അതിൻ്റെ അർത്ഥം എങ്ങനെ വരും? അതിൻ്റെ ഉത്തരം ഹാദ അഹീ, ഇത് എൻ്റെ സഹോദരനാണ്. അപ്പോൾ ഹാദ എന്ന് പറഞ്ഞാൽ ഇത്, അഹ് എന്ന് പറഞ്ഞാൽ സഹോദരൻ, അഹീ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ. അപ്പോൾ അവസാനത്തിൽ യാ വരുമ്പോൾ എൻ്റെ എന്നുള്ള അർത്ഥം വരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തത് മൻ ഹാദിഹി, ഇത് ആരാണ്? ഉത്തരം ഹാദിഹി ഉഖ്തി, ഇത് എൻ്റെ സഹോദരിയാണ്. അപ്പോൾ അവിടെ ഉഖ്തി എന്ന് പറഞ്ഞാൽ ആരാണ്? സഹോദരി എന്നാണ്. ഉഖ്തി എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരിയാണ്. അതുപോലെ നസ്അലു വനുജീബു കമാഫിൽ മിസാലി, മാ ഹാദ, ഇതെന്താണ്? ഹാദ കിതാബുൻ, ഇത് പുസ്തകമാണ്. മൻ ഹാദ, ഇതാരാണ്? ഹാദ ബാസിമുൻ, ഇത് ബാസിമാണ്. മാ ഹാദിഹി, ഇത് എന്താണ്? മാ ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഹാദിഹി ഹിറത്തുൻ, ഇതൊരു പൂച്ചയാണ്. അതുപോലെ തന്നെ മൻ ഹാദ, അവിടെ ശരിക്ക് വേണ്ടത് എന്താണ്? മൻ ഹാദിഹി എന്നാണ് അല്ലേ. മൻ ഹാദിഹി, ഇതാരാണ്? ഹാദിഹി ഉഖ്തി, ഇത് എൻ്റെ സഹോദരിയാണ്. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.